എല്ലാ കൂട്ടുകാർക്കും ലീഡേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബെഞ്ച്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ടെക്സ്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ കാണും. ആ 2 ടെക്സ്റ്റിലായിട്ട് 7 ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ആ 7 ചാപ്റ്റേഴ്സിനകത്ത് 4 ഫസ്റ്റ് പാർട്ടിൽ 3 സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 9ാം ക്ലാസ്സിൽ ഫിസിക്സ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരെ പഠിച്ചായിരുന്നു. അപ്പോൾ ആ വേവ് മോഷൻ ആ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് ഇതിലേക്ക് വേണ്ട. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് വലുതായിട്ട് ആ ഒരു കൺസെപ്റ്റ് ഒന്നും നമുക്ക് വലുതായിട്ട് വേണ്ട. വേവ് മോഷൻ, പിന്നെ എന്താണ് വർക്ക് എനർജി, പവർ, ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കും. അതിൽ നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് 9ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ച സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ളൊരു നോളജാണ്. അതായത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ജസ്റ്റ് നമ്മൾ അവിടെ പഠിച്ചു നിർത്തിയത് എന്താണോ അതിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത്. ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ അതാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ആദ്യത്തെ ഈ 3 ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഞാൻ പറഞ്ഞു കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ തുടർച്ചയാണ്. അപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് നമ്മൾ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി തുടങ്ങിയ കൺസെപ്റ്റുകൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ കാരണം ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുന്നത്. ആ ചാപ്റ്ററിൽ അവിടെ നിന്ന് തുടങ്ങി ഇലക്ട്രിക് സർക്യൂട്ടുകൾ, ആ ഇലക്ട്രിക് സർക്യൂട്ടുകൾ നമുക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഹീറ്റിംഗ് എഫക്ട്, ലൈറ്റിംഗ് എഫക്ട് തുടങ്ങിയ ഫിനോമിനാസിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ എക്സാമ്പിൾസ്, ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കും. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിന്റെ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ കണ്ടെത്തലായ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ്, അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഈസ്റ്റഡ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കൺസെപ്റ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ചാപ്റ്ററിനകത്ത് ആ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ചുറ്റുപാടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസുകളുടെ എല്ലാം വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു ഫിനോമിനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവയുടെയൊക്കെ വർക്കിംഗ് പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇതിന്റെ കണ്ടിന്യൂഷൻ. അപ്പൊ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആദ്യത്തെ 2 ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 3ാമത്തെ ചാപ്റ്റർ വരുമ്പോഴും ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്, അല്ലെ ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ പല ഏരിയാസിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ സഹായിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ 3ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വരുന്നത്. അപ്പൊ ആ പേരുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇറ്റ്സെൽഫ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈറ്റിൽ നോക്കുക, ആ കൺസെപ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ആ ചാപ്റ്റർ തുടങ്ങുന്നു. ആ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഡിവൈസുകൾ എങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷന് സഹായിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ സഹായിക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ചാപ്റ്റർ പഠിക്കുന്നു. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 3 ചാപ്റ്റേഴ്സ്. ആ 3 ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്ന 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ പഠിക്കുന്നത് ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്. ഒപ്റ്റിക്സ് എന്താണെന്ന് അറിയാലോ അല്ലെ, ലൈറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ ഒപ്റ്റിക്സിന് കീഴിൽ വരുന്ന റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച അതേ കൺസെപ്റ്റുകൾ വീണ്ടും ഒന്നുകൂടെ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം
കുറച്ച് അഡീഷണൽ വാല്യൂ പോയിന്റ്സ് കൂടെ അന്ന് പറയാതെ വിട്ടു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. 8ാം ക്ലാസ്സിൽ നമ്മൾ പറയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ ലൈറ്റ് കാണിക്കുന്ന മറ്റൊരു ഫിനോമിന റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ലൈറ്റ് കാണിക്കുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനയും അതിന്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നു വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. അപ്പൊ വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ നോക്കാം. ആ ഒരു ചാപ്റ്ററിനകത്ത് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് മീൻസ് നമ്മുടെ ഐ, അതിന്റെ ഡിഫക്ട്സ്, അതേപോലെ തന്നെ ആ ഡിഫക്ട്സ് വരുമ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ലൈറ്റ് കാണിക്കുന്ന പ്രകൃതിയിൽ നേച്ചുറൽ ലൈറ്റ് കാണിക്കുന്ന കുറച്ച് ഫിനോമിനാസ് ഉണ്ട്. ബ്ലൂ കളർ ഓഫ് ദി സ്കൈ അല്ലെ, അതേപോലെ റെഡിഷ് കളർ അറ്റ് ദി ഹൊറൈസൺ ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, വിസിബിലിറ്റി ഓഫ് ദി പാത്ത് ഓഫ് ദി ലൈറ്റ് വെൻ പാസിംഗ് ത്രൂ കൊളോയിഡൽ സൊല്യൂഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു കൺസെപ്റ്റുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ടാണ് ലൈറ്റിൽ പ്രത്യേകതകൾ കാണിക്കുന്നത്, എന്താണ് ആ പ്രത്യേകത, എന്ത് ഫിനോമിനാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ചാപ്റ്റർ പഠിക്കും. അതാണ് വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എനർജി മാനേജ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ വേരിയസ് സോഴ്സസ് ഓഫ് എനർജീസ്, ഒരുപാട് തരത്തിലുള്ള എനർജീസ് നമുക്കറിയാം. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ടൈഡൽ എനർജി, വിൻഡ് എനർജി, അങ്ങനെ വേരിയസ് സോഴ്സ് ഓഫ് എനർജീസ് ആണ്. ഇതിൽ തന്നെ ഈ എനർജീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നുള്ള തരത്തിലൊക്കെ അല്ലെ. ആ ഒരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടാതെ മറ്റു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മളവിടെ പഠിക്കും. റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ ഒക്കെ അറിയാമല്ലോ, നമുക്ക് തിരിച്ച് കിട്ടുന്നതും അല്ലെ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരിച്ച് കിട്ടാത്തതും, അതാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ, എനർജീസിന്റെ ക്ലാസിഫിക്കേഷൻ. എന്നാൽ മറ്റൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി, അങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം. ഒരു ഔട്ട്ലൈൻ തരുന്നേ ഉള്ളൂ, എല്ലാ കൺസെപ്റ്റും പറയാന്നുള്ളതല്ല. ജസ്റ്റ് 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു ബോധം നിങ്ങൾക്ക് വേണം അല്ലെ. അപ്പൊ തുടക്കത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, കൺസെപ്റ്റുകൾ, ഇത്ര കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു എനർജി മാനേജ്മെന്റ് ആണ്. ആ എനർജി മാനേജ്മെന്റിനകത്ത് വേരിയസ് സോഴ്സസ് ഓഫ് എനർജീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മീൻസ് എങ്ങനെയാണ്, എന്തിന്റെ സഹായത്തോടെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ പലയിടത്തും പല തരത്തിലാണ്. അപ്പൊ അതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ഒരു ക്ലാസിഫിക്കേഷനും അത് എവിടെയൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് എനർജി ചേഞ്ചസ് ഉണ്ടാകുന്നത്, എല്ലാ കാര്യങ്ങളും പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ ഏതാണ്, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നാലാമത്തെ ചാപ്റ്റർ ഒപ്റ്റിക്സിലേക്ക് വരുന്നു, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അഞ്ചാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ്. ആൻഡ് സെവൻത് ചാപ്റ്റർ എനർജി മാനേജ്മെന്റ്. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ 10ാം ക്ലാസ് കഴിയും. ഫസ്റ്റ് ചാപ്റ്റർ ആയ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് അകത്ത് പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ, പഠിക്കാത്തവർക്ക് ഒട്ടും ഓർമ്മ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മൾ പഠിച്ചു വെച്ചാൽ കുറച്ച് ഇക്വേഷൻസും കൺസെപ്റ്റുകളും ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ അവിടെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ആദ്യം പഠിച്ചത് ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത് അതിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ എന്താണ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ ആദ്യം കേട്ടു അല്ലെ. എന്താ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് ഐ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. ഒരു സർക്യൂട്ടിൽ കൂടെ ഒരു യൂണിറ്റ് ടൈം കൊണ്ട് എത്ര ചാർജ് ഒഴുകുന്നു അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. I = Q/T. അപ്പൊ ഇക്വേഷൻ വൈസ് നിങ്ങൾ നോക്കുക, Q എന്ന് പറയുന്ന ചാർജ് ഇറ്റ് ഇസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് എ പാർട്ടിക്കിൾ അല്ലെ. ഒരു ആറ്റത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണെന്ന് പറയുന്നത് ഒരു ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജിന്റെ യൂണിറ്റ് നോക്കുക, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബ് ആണ്. കൂളോം ഒരു സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തതാണ് കൂളോംബ്. ആ കൂളോംബ് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കിട്ടും കൂളോം
പെർ ടൈമിന്റെ യൂണിറ്റ് നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മൾ എഴുതാത്തത്. കുളോം പെർ സെക്കൻഡ്, കുളോമിനെ നമ്മൾ ക്യാപിറ്റൽ സി കൊണ്ടാണ് കാണുന്നത് കേട്ടോ. നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെ. സയന്റിസ്റ്റുകളുടെ പേരൊക്കെ ആണെങ്കിൽ യൂണിറ്റ്സിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പോ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് കുളോം പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഈ കുളോം പെർ സെക്കൻഡ് അല്ല കറണ്ടിന്റെ SI യൂണിറ്റ്. നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് കറണ്ട് SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ആംബിയർ ആണ്. എന്താണ്? ആംബിയർ. അതും ഒരു സയന്റിസ്റ്റ് തന്നെ. സോ അതുകൊണ്ട് തന്നെ അതിന്റെ സിമ്പലും ക്യാപിറ്റൽ ലെറ്റർ ആണ്, അതായത് ക്യാപിറ്റൽ A കൊണ്ടാണ് കാണിക്കുന്നത്, ആംബിയർ. ഇതാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്താണ്, ആംബിയർ ആണ്. SI യൂണിറ്റ് എന്താണ്, ആംബിയർ. ഓക്കെ, അപ്പൊ ഈ ചാർജ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് കുളോം എന്ന് പഠിച്ചു. അപ്പൊ ടോട്ടൽ ചാർജ്, ഒരു സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ്, Q is equal to NE. Q is equal to NE. Where N എന്ന് പറയുന്നത് എന്താ, where NE is the number of electrons or number of charges. ഇവിടെ ഒഴുകുന്ന ചാർജ് ആരാ, ഇലക്ട്രോണുകളാണ്. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണുകളാണ്. ഒരിക്കലും പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂക്ലിയസിനകത്തുനിന്ന് പുറത്തേക്ക് ചാടി വന്ന് എന്ത് ചെയ്യത്തില്ല, ഫ്ലോ ചെയ്തില്ല. അപ്പൊ ഇവിടെ ഫ്ലോ ചെയ്യുന്ന ആരാ, ഇലക്ട്രോണുകളാണ്. സോ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജസ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആൻഡ് E is the charge of an electron. E എന്ന് പറയുന്നത് എന്താണ്, is the charge of an electron. ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ E കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ആ യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.6 into 10⁻⁻19 കൂളോം ആണ്. 1.6 into 10⁻⁻19 കൂളോം ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ, ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ സർക്യൂട്ടിൽ എന്ത് അപ്ലൈ ചെയ്യണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഏതൊരു സർക്യൂട്ടിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ് സെല്ല്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ എന്ത് വിളിക്കും, ബാറ്ററീസ് എന്ന് വിളിക്കും അല്ലെ, ബാറ്ററി. അപ്പൊ സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, V എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വോൾട്ടേജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, വോൾട്ടേജ്. And that V is given by V is equal to W by Q. V is equal to W by Q. W by Q എന്ന് വെച്ചാൽ എന്താ, വർക്ക് ബൈ ചാർജ് അല്ലെ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ എൻഡ് ഓഫ് എ സർക്യൂട്ട് ടു ദി അതർ. ഒരു സർക്യൂട്ടിനകത്ത് ഒരു പോയിന്റിൽ നിന്ന്, സർക്യൂട്ടിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക്, പ്രവൃത്തി എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് V is equal to W by Q. ഇക്വേഷൻ നോക്കുക, ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് യൂണിറ്റ് എഴുതാൻ സാധിക്കും. യൂണിറ്റ് എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് അറിയാം, അത് ജൂൾ ആണ്. ജൂൾ പെർ ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. പക്ഷേ ഇവന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ജൂൾ പെർ കൂളോം അല്ല, പകരം ഇവന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതെന്ന് പറയുന്നത് വോൾട്ട് ആണ്. എന്താണ്, വോൾട്ട്. അതും ഒരു സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് കൊടുത്തത് തന്നെയാണ് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, ഓർത്തിരിക്കും. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഒരു സർക്യൂട്ടിൽ കൂടെ എന്ത് ഒഴുകുള്ളൂ, ചാർജസ് ഫ്ലോ ചെയ്യുള്ളൂ, ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ നടക്കുള്ളൂ. അതുകൊണ്ടാണ് പോസിറ്റീവ് സെല്ലിന്റെ പോസിറ്റീവ് അടുത്തടുത്ത് ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ നെഗറ്റീവ് അടുത്തടുത്ത് വരുമ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ഇല്ലാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അടുത്തത് ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ ലോ പഠിച്ചല്ല, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ട് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അവര് റിലേഷൻ എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ല, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ potential difference across the ends of a conductor. Potential difference across the ends of a conductor is directly proportional to the current flowing through the conductor. At a constant temperature, the potential difference across the ends of a conductor is directly proportional to the current flowing through the conductor. And this law we have called it as Ohm's law. Ohm's law. Ohm, George Simon Ohm എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ലോ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓംസ് ലോ എന്ന് വിളിക്കും. അപ്പൊ ഏതൊരു കണ്ടക്ടറിലും ടെമ്പറേച്ചർ താപനില സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ കൂടെ ഒഴുകുന്ന കറണ്ടിന്
നേരനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ദാറ്റ് ഈസ് V പ്രപ്പോർഷണൽ ടു I. ഇതാണ് ഓംസ് ലോ. അപ്പൊ ഇവിടെ പ്രപ്പോർഷണാലിറ്റി സൈൻ ഇടുമ്പോൾ നമുക്കറിയാം അതൊരു റിലേഷൻ മാത്രമേ ആവുന്നുള്ളൂ. ആ റിലേഷൻ മാറ്റി നമുക്ക് എന്ത് കൊണ്ടുവരണം? ഈക്വൽ ടു സൈൻ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ കോൺസ്റ്റന്റ് ആയിരുന്നു R എന്ന് പറയുന്നത് അല്ലെ. ഈ R നമ്മൾ വിളിച്ച പേരെന്താ? ഈ R നമ്മൾ വിളിച്ച പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. എന്തായിരുന്നു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിനെ തടയുന്ന പ്രതിഭാസമായിരുന്നു. ആ ഒരു സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടി ആണ് എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സിംപ്ലി ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഓംസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓംസ് ലോ എപ്പോഴും ഓർത്തിരിക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓംസ് ലോ ഇനിയും കേൾക്കും. ഓംസ് ലോ പറഞ്ഞത് ഇത്രയാണ്, V പ്രപ്പോർഷണൽ ടു I. അതിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ V is equal to I. അതിന് കിട്ടിയ പുതിയൊരു കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് R is equal to V by I. ഇത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വോൾട്ട് ബൈ കറണ്ട് ആണ് അല്ലെ. വോൾട്ടേജ് ബൈ കറണ്ട് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ കറണ്ട് ആണ്. ദാറ്റ് ഈസ് വോൾട്ട് പെർ ആംപിയർ എന്ന് കിട്ടും. പക്ഷെ ഇവിടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓം ആണ്. അത് നമ്മൾ ഗ്രീക്ക് ലെറ്റർ ഒമേഗ കൊണ്ടാണ് എന്ത് ചെയ്തത്? റെപ്രസെന്റ് ചെയ്തത്. ഇതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുക്കളെ ജനറലി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞവ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് കറണ്ടിനെ കടത്തിവിടുക. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കറണ്ടിനെ തടയുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞത് നമുക്ക് അവനെ എന്ത് വിളിക്കാം? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. റെസിസ്റ്റൻസ് വളരെ ലോ ആയിട്ട്, 0 എന്നല്ല, റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ റെസിസ്റ്റൻസ് കമ്പാരബിളി മറ്റു വസ്തുക്കളുമായിട്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞവയെ, അതായത് കറണ്ടിനെ ഈസി ആയിട്ട് കടത്തി വിടുന്ന വസ്തുക്കളെ, മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. കണ്ടക്ടേഴ്സ്. അതേസമയം റെസിസ്റ്റൻസ് വളരെ കൂടിയവയുണ്ട്, അതായത് കറണ്ടിനെ ഒട്ടും തന്നെ കടത്തി വിടാത്ത വസ്തുക്കളുണ്ട്. അവയെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതായത് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ മൊത്തത്തിൽ കറണ്ട് തടയുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പാർഷ്യൽ ആയിട്ട് മാത്രം കണ്ടക്ഷൻ സാധ്യമാകുന്നു. അതായത് കുറച്ച് കറണ്ട് കടത്തിവിടും, എന്നാൽ പൂർണ്ണമായിട്ട് കടത്തിവിടത്തില്ല. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്ക് കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് നമ്മൾ വിളിക്കുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. എന്ത് വിളിക്കും? സെമി കണ്ടക്ടേഴ്സ് വിളിക്കും. അത് ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കുന്നതാണ് സെമി കണ്ടക്ടർ. സോ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, ഇതാണ് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരുന്ന ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ മാത്രമേ കേൾക്കുള്ളൂ. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഓക്കെ, ഇതൊരു ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൈവന്ന ഒരു കണ്ടക്ടർ ആയാലും അതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എനർജി ലോസ്, മീൻസ് ഇലക്ട്രിക്കൽ എനർജിയുടെ ലോസ് ഉണ്ടാവുന്നു. അപ്പൊ ആ ഇലക്ട്രിക്കൽ എനർജി ലോസ് എന്ന് പറയുമ്പോൾ എനർജി ഒരു മറ്റൊരു രൂപത്തിലേക്ക് തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്യും. കാരണം നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നമുക്കറിയാം എനർജി ക്യാൻ neither be created nor be destroyed, but it can be converted from one form to another. അല്ലെ? അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ആ ഒരു രൂപത്തിലുള്ള, മീൻസ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ആ രൂപത്തിലുള്ള എനർജി അവിടെ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എനർജി മറ്റൊരു രൂപത്തിലേക്ക് മാറണം അല്ലെ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ആര് കാരണം? റെസിസ്റ്റൻസ് കാരണം. അത് തന്നെയാണ് നമ്മൾ ലോസ് ഓഫ് എനർജി എന്ന് പറഞ്ഞത്. കാരണം വരുന്ന ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഊർജ്ജം രൂപത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? നഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്ത് തന്നെയാണ്? റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അതെങ്ങനെ കുറയ്ക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കുറച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഈവൻ ഒരു ഫാൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫാനിനകത്ത് എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി അല്ലെ? ഇലക്ട്രിക്കൽ എനർജിയെ എന്ത് എനർജി ആക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബൾബ്, നിങ്ങൾ വീട്ടിൽ ബൾബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ട്യൂബ് ഉണ്ട് അല്ലെ? ഈ ഇലക്ട്രിക് ബൾബ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ ആയിട്ടല്ല അവിടെ മാറ്റുന്നത്, അവിടെ ലൈറ്റ് എനർജി ആയിട്ടാണ് മാറും അല്ലെ? ലൈറ്റ് എനർജി അല്ലെ? ഇലക്ട്രിക് അയൺ ബോക്സ്, നമ്മൾ അയൺ ബോക്സ് അതിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഏത് ഡിവൈസ് നിങ്ങൾ എടുത്താലും അവിടെ ഒരു എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്നതെല്ലാം ഇലക്ട്രിക്കൽ എനർജിയുടെ
ഇൻപുട്ടിന്റെ ഫലമായിട്ടാണ്, അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തുകൊണ്ടാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിനോടൊപ്പം ആ എല്ലാ ഡിവൈസിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരു എനർജിയും കൂടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ഹീറ്റ് എനർജിയാണ്. എന്താണ്? ഹീറ്റ് എനർജി. അതായത് ഏത് ഇലക്ട്രോണിക് കമ്പോണന്റ് നിങ്ങൾ എടുത്താലും അതിനകത്ത് ഇലക്ട്രിക് കറണ്ടിന് എന്തുണ്ട്? ഫ്ലോ ഉണ്ട്. ആ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതിനോടൊപ്പം കുറച്ച് എനർജി ആ സർക്യൂട്ടിന്റെ ആ കമ്പോണൻസിന്റെ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നഷ്ടപ്പെടുന്നു. ആ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തിന്റെ രൂപത്തിലാണ്? ഹീറ്റ് എനർജിയുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിനകത്തും കുറച്ചു നേരം കഴിയുമ്പോൾ വർക്ക് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അതിനകത്ത് എന്ത് അനുഭവപ്പെടുന്നത്? ഹീറ്റിംഗ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ ഹീറ്റ് എനർജി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി നമ്മൾ യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് അതെന്താണ്? അതൊരു ലോസ് ആണ്, എനർജി ലോസ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിക്ക് അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട്, അതിന്റെ റെസിസ്റ്റൻസ്, ആ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസും എത്ര സമയത്തേക്കാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഒരു സർക്യൂട്ടിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എനർജി ലോസ് ഉണ്ടാവുന്നു. അത് ഹീറ്റിന്റെ രൂപത്തിലാണ്. ആ ഹീറ്റ് എനർജിയുടെ ലോസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. H is equal to I square RT. ഈ H is equal to I square RT എന്ന് പറയുന്ന ഈ ഒരു റിലേഷനെ നമ്മൾ വിളിക്കുന്നതാണ് ജൂൾസ് ലോ എന്ന് വിളിക്കും. ഇത് വിളിക്കും ജൂൾസ് ലോ. അപ്പൊ ഈ ജൂൾസ് ലോയിൽ നിന്നാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇവരുടെ ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. പരീക്ഷയ്ക്ക് ഡെറിവേഷൻസ് ഇതുവരെയും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ചാൻസും ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെറിവേഷൻസ് പഠിക്കും. ഇപ്പോൾ ഓർക്കുക, ജൂൾസ് ലോ ആണ് റെസിസ്റ്റൻസിന്റെ ഫലമായിട്ട് ഒരു കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ കണ്ടെത്തലാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എനർജി. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.